ഹായ് മച്ചാമാരെ, മൂവി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് നടിപ്പ് നായകൻ സൂര്യ അഭിനയിച്ച റെട്രോ കണ്ടിട്ട് വരുന്ന വരവാണ്. നിങ്ങളുമായിട്ട് മൂവി ക്രിട്ടിക്കിൻ്റെ അഭിപ്രായം പങ്കുവയ്ക്കാനാണ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മച്ചാമാരെ, നമ്മൾ ഏറെ കാലമായിട്ട് കാത്തിരുന്നതാണ് സൂര്യയുടെ ഈ ഒരു പടം. നടിപ്പ് നായകൻ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങും ഫൈറ്റിങ്ങും ഒക്കെ ഒന്നിനൊന്ന് ബെറ്ററായി തന്നെ നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കുകയുണ്ടായി. കാർത്തിക് സുബ്രാജ് എന്ന സംവിധായകൻ എൻ്റെ ഒരു സിനിമയാകുമ്പോഴത്തേക്കും അതിനൊത്തിരിയേറെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ആ പ്രതീക്ഷകൾക്ക് അധികം ഭംഗം വരുത്തിയിട്ടില്ലെങ്കിലും അത്രയും അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന അത്രയും എത്തിയിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ മറ്റു പടങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്കും ഈ പടവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനോടൊരു എത്തിയോന്ന്, അല്ലെങ്കിൽ 100% എത്തിയോന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന സംവിധായകനെ നമുക്കറിയാം. മഹാൻ, ജീർദാണ്ടയൊക്കെ ചെയ്ത അദ്ദേഹത്തിന് ഈ റെട്രോയിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു. ആ ഒരു ലെവലിലേക്ക് അദ്ദേഹം ഈ പടത്തെ കൊണ്ടുവന്ന് എത്തിച്ചോ എന്നുള്ളൊരു സംശയിക്കേണ്ടിയിരിക്കുന്നു. സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റണ്ടിലും സൂര്യനെ കാണിക്കുന്ന ഓരോ മൂവ്മെൻറ്റിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. റെട്രോയിലെ മലയാള സാന്നിധ്യം നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ജയറാമേട്ടനും ജോജു ജോർജുമാണ്. ജയറാമേട്ടന് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ അദ്ദേഹത്തിന് അർഹിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്. മലയാളികൾ ഒന്നടങ്കം ജയറാമേട്ടൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതുവരെ അദ്ദേഹം വന്നൊരു ലെവൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ നല്ലൊരു ക്യാരക്ടർ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജോജു ജോർജിനെ വെച്ച് നോക്കാനാണെങ്കിൽ ഇതുവരെ കിട്ടാവുന്നതിൽ വെച്ചൊരു നല്ലൊരു ക്യാരക്ടർ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിൽ നല്ല നല്ല ക്യാരക്ടർ കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓവറോൾ പടത്തിനെക്കുറിച്ച് പറയുവാണെങ്കിൽ വളരെ കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ലൊരു സിനിമ തന്നെയാണ്. എങ്കിലും അധിക പ്രതീക്ഷയോടുകൂടി പോയി പടം കാണാതിരിക്കുക. ഇനിയൊരു റിവ്യൂ ആയിട്ട് വരുന്നത് വരെ ബൈ.